ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ട് കുറേ നാളായി നമ്മൾ ഷോർട്സ് ഇട്ടിട്ട് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഭയങ്കര ബിസി ആയിപ്പോയി. ബിസി മീൻസ് എന്താ പറയുക, ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ ടയേർഡ് ആവുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനും അതുപോലെ തന്നെ കുറേ വീഡിയോസ് ഷോർട്സ് ഇടാനായിട്ട് എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടുള്ള ഒരു ടൈം കാര്യങ്ങൾ കിട്ടാത്തണം അപ്പാടെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കണേണ്. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ രണ്ടും കൽപ്പിച്ച് ലോങ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേഗം ഷടപടേന്ന് പറഞ്ഞിട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട്, അതാണ് എൻ്റെ മുടി ഇങ്ങനെ അണ്ണാൻ ചപ്പിയ പോലെ ഇരിക്കണത്, കുളിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഉണങ്ങിയിട്ടേ ഉള്ളൂ മുടി. അപ്പോൾ ഇനി മനസ്സ് മാറണേക്ക് മുന്നേ വേഗം തന്നെ വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്ക് ഇതിൽ എല്ലാ സംഭവങ്ങളും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. മേടിച്ചിട്ടുള്ള എല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കും അത് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അതിങ്ങനെ ബ്ലാ അടിക്കുന്നില്ല, നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ചപ്പളാങ്കുത്തിയായിട്ടിരിക്കുന്നത്, മുഖം ഭയങ്കര ഒട്ടി ചപ്പിരിക്കണത് അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യണ ദിവസം എനിക്ക് മസ്റ്റായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഹെയർ കഴുകുമ്പോഴത്തേനും ഷാമ്പിട്ട് കഴുകുമ്പോഴത്തേനും എനിക്ക് മസ്റ്റായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതെനിക്ക് മീഷോന്ന് ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഈ ഒരു ഐറ്റമാണ്. എനിക്ക് മിക്കവരുടെയും വീട്ടിൽ ഇത് ഉണ്ടാവും അല്ലേ. ഇത് നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്ന ഒരു ബ്രഷാണ്. നമുക്ക് ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഓയിലിട്ട് മസാജ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് ഇത് 1 ഇയറിന് മേലെയൊക്കെ ആയിട്ടുണ്ടാവും യൂസ് ചെയ്തിട്ട്. പക്ഷെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. കണ്ടോ, ഇത് പ്രൈസ് കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇവിടെ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. എന്തായാലും എല്ലാം ഒരു 500-ന് താഴെയുള്ള സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും വാങ്ങാത്തവരുണ്ടെന്നാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര രസമാണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഇത് വെച്ചിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ ഓയിൽ മസാജ് ചെയ്യുമ്പോഴും എല്ലാം. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളത് മസ്റ്റായിട്ടും വാങ്ങിയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തേതിനേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ 2-3 മാസം എന്തോ ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു സീസണൽ ഇമ്പാക്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓഫീസിൽ ഒരിടയ്ക്ക് എല്ലാവർക്കും എന്താ പറയുക, വെള്ളക്കുപ്പി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വെള്ളക്കുപ്പി ചീത്തായി പോവുക, കാണാണ്ട് പോവുക, വെള്ളത്തിനിടി, പിന്നെ ഒരാൾ കുടിച്ച കുപ്പിയിൽ നിന്ന് തന്നെ ആയിരിക്കും എല്ലാവരും കുടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കണക്കുണ്ടാവില്ല. അങ്ങനെ കണക്ക് കിട്ടുന്നില്ല, അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങൾ വന്ന ഒരു ടൈമിലാണ് ഈ ഒരു സംഭവം ഇറങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് ഇത് ഓഫീസിലൊന്ന് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ടൈമിലൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എവിടെ തിരിഞ്ഞാലും ഈ ഒരു ഐറ്റം തന്നെയായിരുന്നു ഓഫീസിൽ. ഏത് ടേബിളിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഏത് ക്യാബിനിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ബോട്ടിൽ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു ഇമ്പാക്റ്റിൽ എല്ലായിടത്തും ഇതൊരു കൊറോണ പോലെ പടർന്ന് അങ്ങോട്ട് പിടിച്ച് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്ക് പറഞ്ഞാൽ മേടിക്കാം. ഞാൻ ഈ ട്രെൻഡിലുള്ളതല്ല, പക്ഷെ എന്നാലും ആ ഒരു കുപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തു. ഇപ്പം എന്തായാലും അതിൻ്റെ സീസണൊക്കെ മാറിയല്ലോ, എന്നാൽ പിന്നെ മേടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ മീഷോന്ന് മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും സെയിം കളറിലാണ് ഏകദേശം മേടിച്ചിട്ടുണ്ടായിരുന്ന. മഞ്ഞ, പച്ച, പർപ്പിൾ അങ്ങനെ കളർഫുൾ ആയിട്ടുള്ളതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെച്ചു ഇനി കുപ്പി ഇനി മാറിപ്പോകണ്ടല്ലോ, അത്രയ്ക്ക് ബോധമായത് കാരണം ഞാൻ വിചാരിച്ചു കുപ്പി ഇനി മാറിപ്പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വേറെ വെറൈറ്റി കളറായിട്ട് ഞാൻ ബ്ലാക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ കാണിക്കാമെന്ന് മീഷോന്ന് വെച്ചിട്ടുള്ളൊരു കിടിലൻ ബോട്ടിലാണ് ഗൈസ്. ഇവിടെ ഈ ബോട്ടിലാണ് ആ ബോട്ടിൽ. അപ്പോൾ ഇത് വേറെ കുറേ കളറിലുണ്ട്. അപ്പം ഞാൻ മേടിച്ചത് ഈ ഒരു കളർ. പിന്നെ എനിക്ക് ഇങ്ങനെ ഭയങ്കര ആഡംബരമായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമായിട്ടൊന്നും തോന്നില്ല, വെള്ളം കുടിക്കാനല്ലേ. പിന്നെ അങ്ങനെ വാങ്ങിയിട്ടാണ് കേട്ടോ ഈ സംഭവം. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കിത് കാണുമ്പോൾ വെള്ളം കുടിക്കാമെന്ന് തോന്നും. വെള്ളം കുടിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിൽ മേടിച്ച് വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോട്ടിൽ വർക്ക് ചെയ്യുന്ന ഇടക്കാണെന്നുണ്ടെങ്കിൽ അറിയാണ്ട് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നാൽ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് കുടിക്കാം. അതാണ് ഈ കുപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കാത്ത ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇത് വാങ്ങിക്കാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സാധനം മേടിച്ച് നോക്കാം ഗൈസ്. ദിസ് ഈസ് വെരി സ്പെഷ്യൽ. ഓക്കെ, അടുത്ത ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും. വേറൊന്നുമല്ല, ഇതുപോലത്തെ ഒരു ഐസ് റോളറാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം ഐസൊക്കെ വെച്ചിട്ട് നമുക്ക് റബ്ബ് ചെയ്യാനായിട്ട് കൈയൊക്കെ മരവിച്ച് ഭയങ്കര സീനായി, പിന്നെ നമുക്കത് മടിയാവും ഇടാനൊക്കെ. എനിക്ക് ശരിക്കും മടിയാവും കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാങ്ങിച്ചതാണ് ഈ സാധനം. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് നമുക്ക് വെള്ളം നോക്കും, ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് ഇതിലെ കൂടി ഇങ്ങനെ വെള്ളം ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഒരു 4-5 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളും ഐസാകും. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഊരെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസാകും. നമുക്കിതിങ്ങനെ റോൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മൊത്തം റോൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ വെള്ളം കൊണ്ട് വെച്ചേക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. കൈ മരവിക്കില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കെയറിന് വേണ്ടിയിട്ടൊക്കെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഐസ് ക്യൂബ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ റബ്ബ് ചെയ്യാം കേട്ടോ. കണ്ണിന് ചുറ്റിനൊക്കെ ഇങ്ങനെ ഒരുപാട് നേരം വയ്ക്കാനൊക്കെ നല്ലതാണ്. സ്കിൻ കെയർ നല്ല രീതിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മേടിച്ചിരിക്കേണ്ട സാധനമാണ് ഇത്. ഇതും എനിക്ക് തോന്നുന്നു ഒരു 150 താഴെയുള്ളൂ. ഞാൻ എന്തായാലും പ്രൈസ് ഇവിടെ കൊടുത്തേക്കാം. മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹോം ഡെക്കോർ കാര്യങ്ങൾ, പിന്നെ അതേപോലത്തെ നമ്മുടെ വീട്ടിൽ അലങ്കാരമായിട്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാവും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ ഞാനും ഒരിടയ്ക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കേട്ടോ. ഒരെണ്ണം നിലത്തോട്ട് പോയി തരില്ല. അപ്പോൾ ഇങ്ങനത്തെ ശരിക്കും പറഞ്ഞാൽ 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. 1, 2, 3 അതിലൊരെണ്ണം ഞാൻ ഒരാൾക്ക് കൊടുത്തു ഗൈസ്. സാധാരണ ഒരെണ്ണം മിസ്സായിട്ടില്ല കേട്ടോ. നോക്കൂ, ഈ ഐറ്റംസാണ്. ഒന്ന് ഇത് ഇങ്ങനത്തെ ഒരു മുൾച്ചെടി പോലത്തെ സംഭവം, ഒന്ന് ഇതുപോലത്തെ ക്രിസ്മസ് ട്രീ പോലത്തെ സാധനം, പിന്നെ ഒന്ന് നമ്മുടെ മല്ലിയിലൊക്കെ പോലത്തെ ഇങ്ങനത്തെ ഒരു സംഭവം. ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഞാനിതാ മേടിച്ചത്. ഏകദേശം ഒരു 1 ഇയറിന് മേലെ ആയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിന് ഇപ്പോൾ കൂടെ നിലത്ത് വീണതേയുള്ള വിഷയമൊന്നും സംഭവിച്ചിട്ടില്ല ഗൈസ്. നിങ്ങൾ എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ്. ഫ്രിഡ്ജ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വീട്ടിലുള്ള അല്ലറ ചില്ലറ ഒരുക്കങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്നാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കട്ടെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റംസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം കുഞ്ഞു സാധനങ്ങളാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മീഷോ ഫൈൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഹോൾ വീഡിയോസ് കാര്യങ്ങൾ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു.